ഹായ് ഓൾ. ഓക്കെ, അപ്പം നമുക്ക് മൺഡേയിലേക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് പറയുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, അപ്പം ഇപ്പോൾ എടുത്തേക്കുന്ന ചാർട്ട് എന്ന് പറയുന്നത് നിഫ്റ്റിയാണ്. നിഫ്റ്റി ഓക്കെ, ഞാൻ പറഞ്ഞേക്കുന്ന ആ ഒരു ലെവലിൽ നോക്കി നമ്മുടെ ആ ഒരു അപ്സൈഡിലുള്ള ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നേരെ അപ്സൈഡ്, അതായത് ഓൾ ടൈം ഹൈ ആണ് ബ്രേക്ക് ആയേക്കുന്നത്. ഓക്കെ, ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയെന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ആ ഒരു ലെവലിലാണ് ഇന്നലത്തെ ക്ലോസിങ് നടന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, ലാസ്റ്റ് 1 വീക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഒരു ബിയറിഷ് ട്രെൻഡാണ്. ഓക്കെ, അതന്നേരം ഇപ്പം ആ ഒരു ഞാൻ ഇന്നലെ പറഞ്ഞേക്കുന്ന പോലെ ആ ഒരു സൈഡ് ട്രെൻഡ് ലൈൻ ബ്രേക്കായി നിഫ്റ്റി പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനിയും നോക്കേണ്ട ഒരു ട്രേഡ് എൻട്രീസ് എന്ന് പറയുന്നത് ഒരു ബുള്ളിഷ് അപ്പ് ട്രെൻഡ് തന്നെയാണ് നോക്കുന്നത്. ഓക്കെ, ബുള്ളിഷ് അപ്പ് ട്രെൻഡ് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, ഡേ ഹൈ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ചെയ്യാം. അതായത് ഈ ഒരു ലെവൽ ഏതാണ്, ആ ഓൾ ടൈം ഹൈ ലെവൽസിലോട്ട് മാർക്കറ്റ് പോകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരു ഈവൻസ് കാര്യങ്ങളൊക്കെ ഇല്ലാതെ ഒരു ബാഡ് ന്യൂസ് കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് തന്നെയാണ് എൻ്റെ വ്യൂ. ഓക്കെ, മാർക്കറ്റിൽ അപ്പ് ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, പിന്നെ ചെറിയ ഈ ഒരു കറക്ഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു അപ്പ് ട്രെൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കറക്ഷൻ നല്ലതാണ്. കറക്ഷൻ മീൻസ് ഒരു ചെറിയൊരു ഡൗൺ ട്രെൻഡ് നമുക്ക് വരുന്നത് നല്ലതാണ്. ആ ഒരു ബൈ ഓൺ ഡിപ്പ് മാർക്കറ്റിലോട്ട് ചേഞ്ച് ആവും. ഓക്കെ, അപ്പം അങ്ങനെ നോക്കുമ്പം നമുക്ക് ഒരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇംബാലൻസ് മൂവ്മെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് സൈഡിലോട്ടാണ് ഇംബാലൻസ് മൂവ്മെൻറ്റ് നടത്തിയത്, ആ സൈഡിലോട്ട് ഒരു ബാലൻസ്ഡ് മൂവ്മെൻറ്റ് വന്നാലേ ആ ഒരു ട്രെൻഡ് സ്ട്രോങ് ആവത്തുള്ളൂ എപ്പോഴും. ഓക്കെ, അപ്പം ഞാൻ ഈ പറയുന്നത്, അതായത് ഡെയിലി മാർക്കറ്റിൻ്റെ വ്യൂസ് അപ്ഡേറ്റ്സ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡെയിലി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ഡെയിലി ചെക്ക് ചെയ്യാം. ഞാനൊരു എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 6 PM ഓക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഡേയിലെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം ജസ്റ്റ് പ്രീവിയസ് ഡേയിലെ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം എത്രത്തോളം കറക്റ്റാണ് ഞാൻ ഈ പറയുന്ന വീഡിയോസ് ലെവൽസ് കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, അതനുസരിച്ച് അപ്പം നിങ്ങൾക്കും ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ചാർട്ട്. അപ്പോൾ നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മൾക്ക് പ്രീവിയസ് ഡേയിൽ വരച്ചേക്കുന്ന എല്ലാ അപ്സൈഡ് ലിക്വിഡിറ്റി ലെവൽസ് എല്ലാം നിഫ്റ്റി സ്വീപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെല്ലാം അങ്ങ് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം അങ്ങ് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതും റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് താഴത്തെ ഈ 3 ലെവൽസ് കിടക്കട്ടെ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവൽസ് കാട്ടിയാണുള്ളത് നമുക്ക് ഈ ഒരു ലെവൽസ്. ഓക്കെ, അപ്പോൾ പ്രീവിയസ് ഡേ ലോ ഇത് കിടക്കട്ടെ. ഓക്കെ, അപ്പം കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് ആ ഒരു ലെവലിൽ മാർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും എന്ന്. ഓക്കെ, ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാൻ എടുക്കുന്ന തിയറി എന്ന് പറയുന്നത് സപ്പോർട്ടല്ല റെസിസ്റ്റൻസ് എന്നുള്ള ഒരു തിയറിയിലല്ല ഞാൻ ആക്ച്വലി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ട്രേഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആക്ച്വലി എൻ്റെ ഒരു ട്രേഡിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ലിക്വിഡിറ്റി ലെവൽസ് എവിടെ ഉണ്ടോ അവിടെയാണ് ഞാൻ എൻട്രീസ് ചെയ്യാറ്. ഓക്കെ, അല്ലാത്ത ഏരിയാസിൽ ഞാൻ അങ്ങനെ എൻട്രി ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണ പോലെ പ്രീവിയസ് ഡേ ലോ അല്ലെ പ്രീവിയസ് ഡേ ഹൈ എന്ന് പറയുന്നത് ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഓക്കെ, ആ ഒരു ലിക്വിഡിറ്റി ഏരിയയാണ്. അപ്പം നമുക്ക് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ ആക്ട് ചെയ്യാം. നാളെ എന്തായാലും തിങ്കളാഴ്ച മൺഡേയിൽ ഗ്യാപ്പ് അപ്പ് ആകാനാണ് പോസിബിലിറ്റി, കാരണം ഇത്രയും ബുള്ളിഷ്നെസ്സിലല്ല നടത്തിയേക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിൻ്റെ മൊമെൻറ്റം എങ്ങനെയാണ് എന്ന്. ഓക്കെ, അപ്പം നമുക്ക് പ്രീവിയസ് ഡേ ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഒരു 1 hour ടൈം ഫ്രെയിമിൽ എത്രത്തോളം ക്യാൻഡിൽസിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഈ ഒരു ഇംബാലൻസ് മൊമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് പിന്നെയും വീണ്ടും ഒരു ഇംബാലൻസ്. അപ്പം ചിലപ്പം ഈ ഒരു ലെവലൊക്കെ വന്നിട്ട്, അതായത് 24,410 ആ ഒരു ലെവലൊക്കെ വന്നിട്ട് ഒരു അപ്സൈഡിലോട്ട് പോകാനും ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ മാർക്കറ്റിൻ്റെ ആ ഒരു ട്രെൻഡ് അനുസരിച്ച് മാത്രം നമ്മൾക്ക് നോക്കിയേ ട്രേഡ് എടുക്കാവുള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് നോക്കുമ്പോഴത്തേക്കിന് ഇപ്പം ട്രെൻഡ് ലൈൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, നമ്മൾ ട്രെൻഡ് ലൈൻസ് വരയ്ക്കുന്നത് ഇങ്ങനെയൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഇങ്ങനെ ട്രെൻഡ് ലൈൻ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ഇത് മാർക്കറ്റ് ചിലപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് സ്വീപ്പ് ആക്കിയതിന് ശേഷം ഇവിടുന്ന് ഒരു അപ്സൈഡ്, ഓക്കെ, ഇവിടുന്ന് ഒരു അപ്സൈഡ് പോകാൻ ചാൻസാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പറയില്ല, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാർക്കറ്റിൻ്റെ ട്രെൻഡ് കാര്യങ്ങളെല്ലാം, മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി എടുക്കാവുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ എടുക്കുന്ന ഒരു ലെവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ഈ ഒരു ലെവലിൽ നമുക്ക്, ഓക്കെ, ഈ ഒരു ലെവൽ നെക്സ്റ്റ് ലെവൽ നമുക്ക് ഈ ഒരു ലെവലും കൂടെ മാർക്ക് ചെയ്യാം.
അപ്പോൾ ഇത്രയാണ്. ഓക്കെ, ഇത്രയും പോയിൻറ്റ്സാണ് മാർക്കറ്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ലെവൽസ്. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് ഒന്ന് നോക്കാം. മാർക്കറ്റിൻ്റെ ഒരു നമ്മൾ പറഞ്ഞില്ലേ ഒരു ഫിബ് ട്രെൻഡ് വെച്ചിട്ടൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്കറ്റിൻ്റെ ഒരു ഇത് നമുക്ക് നോക്കാം. എവിടെ ഏത് പോയിൻറ്റിൽ നിന്നൊക്കെ ആയിരിക്കാം റിവേഴ്സൽ ചാൻസ് കൂടുതൽ. ഓക്കെ, ഒരു 25,000 ടച്ച് ചെയ്യാൻ നല്ല പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, 25,000 അതെന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, ഞാനപ്പോൾ ഈ ട്രെൻഡ് ലൈനൊക്കെ ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ഒരു ട്രെൻഡ് ലൈൻ വെച്ചിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ നല്ലൊരു ട്രെൻഡ് ലൈൻ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഞാനൊരു ലിക്വിഡിറ്റി ആയിട്ട് എടുത്തിട്ട് അത് വെച്ചിട്ട് ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല ഗ്യാപ്പ് അപ്പ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഇപ്പോൾ എനിക്ക് മാർക്കറ്റിനോട് അതായത് എങ്ങനെ ഞാൻ ട്രേഡ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിയിട്ടൊരു ബുള്ളിഷ് എൻട്രീസ് ആയിരിക്കും എടുക്കുന്നത്. കാരണം മാർക്കറ്റ് സ്ട്രോങ് ആണ്. നിഫ്റ്റി എക്സ്പെഷ്യലി നിഫ്റ്റി IT സെക്ടേഴ്സ് എല്ലാം സ്ട്രോങ് ആയ കാരണം ഞാനൊരു ബുള്ളിഷ് ട്രേഡ് തന്നെയായിരിക്കും ഞാൻ നിഫ്റ്റിയിലെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഇൻ കേസ് ഇപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിലും ഞാനൊരു പുട്ട് എൻട്രി എടുക്കുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടെ ഞാൻ നോക്കുന്നത് ഒരു കോൾ എൻട്രി തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനത്തെ അപ്പം ഞാൻ പറഞ്ഞില്ല നിഫ്റ്റിയിൽ നമുക്കൊരു ബിയറിഷ് ട്രെൻഡ് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷം മാത്രം നമുക്കൊരു ഡൗൺ ട്രെൻഡ് നോക്കുകയെന്നായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞാൻ പറഞ്ഞില്ല ഓരോരുത്തർക്കും ഓരോരോ ട്രേഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആയിട്ട് മാത്രം കാണുക. ഓക്കെ, ഒരു ട്രേഡ് റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് നമ്മുടെ പ്രീവിയസ് ഡേ ലോ സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ആയത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബാങ്ക് നിഫ്റ്റിയിൽ വന്നേക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഇനി നമുക്ക് നാളത്തെ ഇമ്പോർട്ടൻ്റ് ലെവൽസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഇനി ഈ ഒരു ട്രെൻഡ് ലൈൻ വാലിഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഈ ഒരു ട്രെൻഡ് ലൈനിൽ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ചിലപ്പോൾ മാർക്കറ്റ് ഒരു അപ്സൈഡിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പ്രീവിയസ് ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, നമ്മുടെ ആ ട്രെൻഡ് ലൈനിൻ്റെ അവിടെ മാർക്കറ്റ് വന്നപ്പോഴത്തേനും മാർക്കറ്റിൻ്റെ ആ ഒരു ക്യാൻഡിൽ കണ്ടോ, 15 മിനിറ്റ്സ് ക്യാൻഡിൽ കണ്ടോ, ചിലപ്പോൾ നമുക്കൊരു വോളിയം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഒരു നല്ലൊരു ബൈയിങ് വോളിയം കാണുമായിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു ഇവിടുത്തെ താഴത്തെ ഒരു വോളിയത്തിലോട്ട് ഞാൻ അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ അപ്പം നമുക്ക് ഈ ട്രെൻഡ് ലൈനുകൾ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ഇത് സ്വീപ്പായല്ലോ, പിന്നെ ഇനിയും ഒരാവശ്യം കാണില്ല. ഇത്രയാണ് നമുക്ക് പഴയ ഡേറ്റാസ് ഡിലീറ്റ് ചെയ്തപ്പോൾ വന്നത്. ഇനി നമുക്ക് പുതിയതായിട്ട് മാർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഓഫ്കോഴ്സ് പ്രീവിയസ് ഡേയല്ലോ കണ്ടോ, നമ്മുടെ പ്രീവിയസ് ഡേയിലെ ആ ഒരു ഇത് ടോട്ടലി എൻഗൾഫ് ചെയ്തിട്ടൊരു ബുള്ളിഷ് ക്യാനിലാണ് വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കുറച്ചുകൂടെ ഒരു അപ്സൈഡ് പോകാൻ പോസിബിലിറ്റി ഉണ്ട് എന്നാണ്. ഓക്കെ, കുറച്ചുകൂടെ പോകാൻ അപ്സൈഡ് എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുമെന്നുള്ള ഞാൻ പറയുന്നത് കുറച്ചുകൂടെ അപ്സൈഡ് പോകാൻ കുറേ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ലെവൽസ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇമ്പോർട്ടൻ്റ് ലെവൽസ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതൊരു ലെവലായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതൊരു ലെവലായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ഞാൻ ഇത് ഒരു ലെവൽ, ഓക്കെ, ഇതൊരു ലെവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യും. ഇത്രയാണ് ഞാൻ. ഓക്കെ, ഇത്രയാണ് ആ ലെവൽസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 50,438 അതായത് 50,438 എന്ന് പറയുന്നതും 51,295 അല്ലെങ്കിൽ 51,300 എന്ന ലെവൽസാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഞാൻ ട്രേഡ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ്. ഓക്കെ, 15 മിനിറ്റ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 15 മിനിറ്റ്സിലോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു ലെവൽസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ലെവൽസ്, ഓക്കെ, ഈ ഒരു ലെവൽസ്. പിന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു കൗണ്ടർ ട്രേഡ് പോലെ ഈ ഒരു ലെവൽസ് ഇത്രയാണ്. അപ്പോൾ ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ട്രേഡ് തന്നെയാണ് നോക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് അങ്ങനത്തെ ഇതൊക്കെ നോക്കിയിട്ട് നമുക്കൊരു മാർക്കറ്റിൻ്റെ കണ്ടീഷൻ വെച്ച് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ലെവൽസ്. ഞാൻ താഴത്തെ ഗ്രീൻ ലൈൻ തൊട്ട് ഞാൻ മുകളിൽ വരെ ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, 5438, 5616, 58,151, 51,136, 51,400, ഓക്കെ, 51,500.
ഇത്രയാണ് നാളത്തേക്ക് ഞാൻ നോക്കുന്ന ഇമ്പോർട്ടൻറ്റ് ലെവൽസ്. പിന്നെ ഈ ലൈൻസ് എല്ലാം നമ്മൾ പ്രീവിയസ് ഡേയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ആ ഒരു വീഡിയോസിൽ വാച്ച് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് ലെവൽസായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വ്യൂസ് കിട്ടുക അതിനുള്ള ഒരു പർപ്പസ് അല്ല. ഓക്കെ, ആക്ച്വലി ഞാൻ ഇപ്പം വീഡിയോസ് ലാസ്റ്റ് എൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് വീഡിയോ ആയാലും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ആ ഒരു വീഡിയോ, ആ ടൈപ്പ് വീഡിയോസ് നമ്മുടെ യൂട്യൂബിലൊന്നും ആരും പോസ്റ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, പ്രോപ്പറായിട്ട് നമ്മളൊരു ട്രേഡിങ്ങിലോട്ട് കയറുമ്പോഴത്തേക്കിന് ആദ്യമേ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമുക്കൊരു പ്രോപ്പർ റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് ഞാൻ ഇനി പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ അടുത്ത നാളെ ഇനി പോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ അനലൈസ് ചെയ്യാം, അതായത് ഹൈ ലോ എങ്ങനെയൊക്കെ മാർക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഞാൻ നാളെ പോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നാളത്തെ വീഡിയോ അതായിരിക്കും. അത് കഴിഞ്ഞിട്ട് മൺഡേയ്സിൽ ഞാൻ ലൈവ് ട്രേഡ് എടുക്കുവാണെങ്കിൽ സാധാരണ മൺഡേയ്സിൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ആ ഒരു റേഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പം ആ ഒരു രീതി നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. ഓക്കെ, എന്തായാലും ഇനിയും എല്ലാ ദിവസവും ഞാൻ എടുക്കുന്ന ട്രേഡ്സ് ഇപ്പം SL ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പം ട്രേഡ് എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഡെയിലി നിങ്ങൾക്ക് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കൊരു മിനിമം ഒരു 50 അല്ലെങ്കിൽ ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ലൈവ് വീഡിയോ പ്ലാൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ ഞാൻ ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ലൈവായിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ചോദിച്ച് നമുക്കങ്ങനെ ആ ഒരു ട്രേഡിങ്ങിൽ സക്സസ് ആയിട്ട് നമുക്ക് മുന്നേറാം. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ.